السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله قال لا حول ولا قوة إلا بالله العظيم. قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ടതായ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തേക്ക് 1,24,000 പരം അംബിയ മുർസലീങ്ങളെ നിയോഗിച്ചു. അതിൽ നിന്നും അല്ലാഹു തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട അവസാന കണ്ണിയായ അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകരാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ് അല്ലാഹു തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ ഈ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എഴുതിയിട്ടോ പറഞ്ഞിട്ടോ ഒരിക്കലും തീർക്കാൻ സാധ്യമല്ല. അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്, ലഖദ് മന്നല്ലാഹു ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം തന്നിരിക്കുകയാണ്. അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു തആല നിയോഗിച്ചു. അതാണ് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഹബീബായ തങ്ങളോട് എങ്ങനെയാണ് നാം പെരുമാറേണ്ടത്? ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഏറ്റവും വലിയ ബന്ധമെന്നുള്ളത് മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസഹ്ബിഹി വസല്ലം. കോടാനുകോടി മുസൽമാന്റെ ജനഹൃദയങ്ങളിൽ ഒരു ചിത്രീകരണവും കൂടാതെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കുടിയിരിക്കുന്നൊരു നേതാവുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് നബി തങ്ങളെ ഏറ്റുവാങ്ങേണ്ടത്. നിങ്ങളുടെ ഖൽബ് മുത്തുനബി തങ്ങൾക്ക് നൽകണം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും കടമപ്പെട്ടത്. അറിയില്ലേ, മഹാനായ ഖതാദത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ആരാണ് ഖതാദത്ത് ഇബ്നു നുഅ്മാൻ? ഉഹദിന്റെ രണഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവൽ നിന്ന ആളാണ് ഖതാദത്ത് ഇബ്നു നുഅ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ തടുത്ത ആളാണ് ഖതാദത്ത് ഇബ്നു നുഅ്മാൻ.
അതാ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ തടുക്കാൻ പരിചയമില്ല, കൈയുയർത്തി തടുക്കാൻ സാവധാനം കണ്ടില്ല. മുഖമൊന്ന് ഉയർത്തിയപ്പോഴേക്ക് അമ്പ് വന്ന് കണ്ണിൽ തറച്ചു. കണ്ണ് അവിടെ നിന്ന് തെറിച്ചു പോയി. ഇത് കണ്ട് അതാ ഖതാദ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ധൃതിയിൽ ഓടിച്ചെല്ലുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെയും വിവരിക്കുകയാണ്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാ അല്ലാ അല്ലാ, എന്റെ ഖതാദയുണ്ടല്ലോ, എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ തടുത്ത ആളാണ്, എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ തടുത്ത ആളാണ്. അതുകൊണ്ട് എന്റെ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് നീ പൂർവ്വ കാഴ്ച നൽകണം റഹ്മാനേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് ദുആ ചെയ്തപ്പോഴേക്ക് കണ്ണതാ പൂർവീയ കാഴ്ചയിൽ അധികം കാഴ്ചയുള്ളതും ഏറെ ഭംഗിയുള്ളതുമായ കണ്ണായി മാറുകയാണ്. പിൽക്കാലത്ത് ചെങ്കണ്ണ് വന്നാൽ പോലും ആ കണ്ണിന് ബാധകമല്ല. ഇതാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. അവരുടെ ജീവൻ വേണോ, അത് മുത്തുനബി തങ്ങൾക്ക് നൽകാൻ അവർ തയ്യാറാണ്. അതല്ല അവരുടെ സമ്പത്ത് വേണോ, അതും മുത്തുനബി തങ്ങൾക്ക് നൽകാൻ അവർ തയ്യാറാണ്. എന്തിനേറെ പറയണം മുഅ്മിനീങ്ങളെ, നാടും ഊരുമൊക്കെയും വിട്ടുകൊണ്ട് നബി തങ്ങളോടൊപ്പം ഹിജ്റ പോയവരല്ലേ മഹാന്മാരായ സ്വഹാബാക്കൾ. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കളിലൂടെ നമ്മൾക്ക് ധാരാളം പാഠം ഉൾക്കൊള്ളാനുണ്ട്. അറിയില്ലേ, മഹാനായ അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങള് അവിടെ നിന്ന് വലിയ ആശിഖുർ റസൂലാണ്. അവിടെ നിന്ന് മദീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാടുന്നൊരു കാവ്യമുണ്ട്. മുസ്തഫ ജാന റഹ്മത്ത് പെ ലാഖോം സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പെ ലാഖോം സലാം, ശഹ്റയാരെ ഇറം താജുദാരെ ഹറം, നോബഹാരെ ശഫാഅത്ത് പെ ലാഖോം സലാം. ഇത്ര മഹത്തമായ കാവ്യമാണിത്. മഹാന്മാരൊക്കെയും മഹാന്മാരായതും ആലിമീങ്ങളൊക്കെയും ആലിമീങ്ങളായതും പണ്ഡിതന്മാരൊക്കെയും പണ്ഡിതന്മാരായതും മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് കൊണ്ടാണ്. അതേ മുഅ്മിനീങ്ങളെ, ചലനത്തിലും നിശ്ചലനത്തിലും ഉയർച്ചയിലും തകർച്ചയിലും തളർച്ചയിലും വളർച്ചയിലും അനുരാഗത്തിന്റെ അലമാലകൾ കോർത്തിണക്കി മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു നേതാവുണ്ടെങ്കിൽ അത് അറേബ്യയുടെ നായകൻ ഗുരു മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ആവേശം കാണിക്കേണ്ടത് ആരാധനയിലാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്, നല്ല തഖ്വയിലാണ്. നമ്മൾ എടുത്തു ചാടേണ്ടവരല്ല, തെരുവിൽ ബഹളം കൂട്ടേണ്ടവരല്ല, രക്തത്തിളപ്പ് കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടവരല്ല. മുൻകഴിഞ്ഞ ഇമാമിങ്ങൾ നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട്. അത് ഋജുവായ പാതയാണ്, അത് സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ്. ആ വഴിയിൽ നിന്ന് ഒന്നിലേക്കും നമ്മൾ മാറിപ്പോകരുത്. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന മാർഗമില്ലേ, സൈനുദ്ദീൻ ഉമർ ഖാദി തങ്ങൾ കാണിച്ചു തന്ന മാർഗമില്ലേ, മമ്പുറം തങ്ങൾ കാണിച്ചു തന്ന മാർഗമില്ലേ, ഈ ഒരു വഴിയിൽ നിന്ന് ഒന്നിലേക്കും മാറിക്കൂടാ. ചില ആളുകൾ അതാ ഇസ്ലാമിന്റെ ചിട്ട വിട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ നീ ആകാൻ പാടില്ല. ചില ആളുകൾ അതാ തെരുവിൽ ആവേശം കൊണ്ട് കലാപം വെക്കുകയാണ്. അങ്ങനെയും നീ ആകാൻ പാടില്ല. ആസൂത്രണത്തോടെയാണ് ജീവിക്കേണ്ടത്, നയപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച് നല്ല ചിട്ടയോടെ ജീവിച്ച് അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വഫാത്താകുന്ന നല്ലൊരു മരണം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ പേരിൽ ധാരാളം മദ്ഹുകൾ പറയാനും അവിടത്തെ ധാരാളം പുകഴ്ത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനാ വസിയത്തോടു കൂടി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.